സന്ദീപ് വാര്യർ, ഞാൻ പിണറായി വിജയൻ്റെ ഭാഷ ഉപയോഗിക്കുകയാണ്, വർഗവഞ്ചകൻ. പല കാര്യങ്ങളുണ്ട്. ഒരു പോയിന്റ് മുതൽ പെട്ടെന്നാണ് ഈ ചേഞ്ചസ് എല്ലാം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. പാണക്കാട് പോയിട്ട് അവിടെ മാർഗം കൂടി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പൊന്നാനിയിൽ പോയി മാർഗം കൂടി. അതേപോലെ തന്നെയാണ് പാണക്കാട് പോയി മാർഗം കൂടിയത്. അടുത്തത് അയാൾ പോയി സറണ്ടർ ചെയ്യാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മുമ്പിൽ പോയി സറണ്ടർ ചെയ്യും. ഈ സന്ദീപാണ് ദേശീയതയെ പറ്റി പറഞ്ഞത്, ആലോചിച്ച് നോക്കണം. അടുത്തുണ്ടാകാൻ പോകുന്നത് SDPI, അതായത് PFI, പഴയ ബാൻ ചെയ്ത ഇസ്ലാമിക മിലിറ്റന്റ് ഓർഗനൈസേഷൻ, അവരുമായിട്ട് സന്ധി സംഭാഷണം ചെയ്യും. ഈ പറയുന്ന മൂന്നോളം പൊളിറ്റിക്കൽ പാർട്ടിയല്ല, അവർ പറയുന്ന ഒരു ഓർഗനൈസേഷൻ കൺസേൺ ടു ദ മൈനോറിറ്റി. ഈ മൂന്നിടത്തും പോയി സറണ്ടർ ചെയ്തിട്ട് ഈ മൂന്നോളം ഈ പൊളിറ്റിക്കൽ പാർട്ടിയും മുസ്ലിം ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഇവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഒന്നായിട്ട് കാണാൻ താല്പര്യമില്ല. ചിലർക്ക് ഇസ്ലാമിക രാജ്യമാകണം, ചിലർക്ക് ഇന്ത്യ വിഭജിക്കണം, ചിലർക്ക് കേരളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യമാകണം. ഇതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ സന്ദീപ് വാര്യറെ വർഗവഞ്ചകൻ, അതായത് ഇന്ത്യ മഹാരാജ്യത്തെ വഞ്ചിച്ച ഒരു വ്യക്തി. അദ്ദേഹം BJP-ന്ന് പൊളിറ്റിക്കൽ പാർട്ടി പോവുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, അതൊന്നും എൻ്റെ ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേ ഇത്രയും നാളും സന്ദീപ് വാര്യർ പറഞ്ഞ ഓരോ പോയിന്റുകൾ, അതിന് വളരെ പ്രസക്തമായ സംഭവമുണ്ട്. ഗൾഫുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പല ഇഷ്യൂസ് എടുക്കാം. ഇപ്പോൾ ഹമാസിനെ പോരാളികൾ എന്നാണ് മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും SDPIയും പറയുന്നത്. സന്ദീപ് വാര്യർ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസിലെ പല നേതാക്കളും അതിനെപ്പറ്റി സൈലൻ്റാണ്. കാരണം അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ലീഗിന് പ്രശ്നമുണ്ടാകും. കാരണം നിങ്ങൾ ശശി തരൂരിൻ്റെ ഇഷ്യൂ കണ്ടതാണ്, അവർ നടത്തിയ റാലിയിൽ. മറ്റൊന്ന്, അതായത് ഭീകരപ്രവർത്തനം. ഇതിനെപ്പറ്റി സന്ദീപ് വാര്യർക്ക് ഒരക്ഷരം ഇസ്ലാമിക ഭീകരപ്രവർത്തനത്തെ പറ്റി മിണ്ടാൻ സാധിക്കുമോ? എൻ്റെ ചോദ്യമാണ്. ഇതൊക്കെ മിണ്ടാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഇന്നലെകൾ വരെ ഇതിനെയൊക്കെ എതിർത്ത് അതിശക്തമായി ടെലിവിഷൻ മീഡിയയിലും ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഇന്ന് മുതൽ, അതായത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന മുതൽ പക്ക സുഡാപ്പിയ, അതിൻ്റെ ലക്ഷണമാണ് പാണക്കാട് പോയി ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലെ പിടിച്ച് അനുഗ്രഹം വാങ്ങിയത്. ഇതാണ് സിമ്പിളായിട്ട് ഞാൻ പറയുന്നത്. പഴയ കോൺഗ്രസ് പാർട്ടിയല്ല ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി. ഇത് പൂർണ്ണമായിട്ടും മാറി. ഈ പൊട്ടനോട് ആരോ പറഞ്ഞു കൊടുത്തു ദേശീയത കോൺഗ്രസ് പാർട്ടിയിലില്ല. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് പാർട്ടിക്ക് ആ പറയുന്ന ഒരു ദേശീയതയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഒരുമിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസ് പാർട്ടിക്ക് എവിടെയും കഴിഞ്ഞിട്ടില്ല. അവർ പലയിടത്തും ജാതിപരമായിട്ടും മതപരമായിട്ടും വിഭാഗീയത ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന വോട്ടുകൾ വാങ്ങിയിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുവാണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നോർത്ത് ഇന്ത്യയിലുള്ള കോൺഗ്രസ് പാർട്ടിയല്ല കേരളത്തിലെ പാർട്ടി. പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിന് അടിമയാണ് ഈ സാധനം എല്ലാ രീതിയിലും. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സുധാകരൻ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ പല സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. നിങ്ങൾക്കറിയാവുന്ന ഇഷ്യൂ ആണ്. എന്നിട്ട് അയാൾ ഏത് രീതിയിലാണ് മുസ്ലിം ലീഗും ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചത്, വല്ലാത്തിരി. അതിനുശേഷം സുധാകരൻ തന്നെയാണ് പിന്നീട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പിന്നീട് ഫർദർ കൊടുക്കാതിരുന്നത്. ഇതെല്ലാം സന്ദീപ് വാര്യന് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കും. ഇവിടെ ഒന്നും ടച്ച് ചെയ്യരുത്, ഹമാസിനെ ടച്ച് ചെയ്യരുത്, ഹിസ്ബുള്ളയെ ടച്ച് ചെയ്യരുത്, ഭീകരവാദം, അതായത് ഇസ്ലാമിക ഭീകരവാദത്തെ തൊട്ടുപോകരുത്. അതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. ദേശീയ പാർട്ടി എങ്ങനെ? കാരണം രാഹുൽ ഗാന്ധി
അമേരിക്ക വന്ന സമയത്ത് ഇവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് താങ്കൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? അയാൾക്ക് ഉത്തരവില്ല. ബബ അടിക്കേണ്ടി വന്നു. ബേസിക്കലി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയതിന് ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയാണ്. അതായത് ഇന്ത്യയെ താറുമാറാക്കുന്ന ചില ഗ്രൂപ്പുകൾക്ക് വേണ്ടി, പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടി, കേരളത്തിൻ്റെ ഘടകകക്ഷികൾ, അവർക്ക് വേണ്ടി നാളെ മുതൽ സന്ദീപാര് പക്ക ഞാൻ അറം പറ്റുന്ന ഒരു സുഡാപ്പിയായിട്ട് മാറി. ഇയാൾക്ക് ഇത്രമാത്രം ഈ സുരേന്ദ്രനോട് പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്തുവാ? സന്ദീപാര് അപ്പർ കാസ്റ്റാണ്, സുരേന്ദ്രൻ ലോവർ കാസ്റ്റാണ്. ഇതൊരു ഇഷ്യൂ ആണ്. കാരണം എങ്ങനെയാണ് ഒരു ലോവർ കാസ്റ്റിൻ്റെ താഴെ ഒരു അപ്പർ കാസ്റ്റായ വാര്യർ എങ്ങനെ വർക്ക് ചെയ്യും? ഇഷ്യൂ ആണ് ഇത്. BJPയിലുള്ള പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ സുരേന്ദ്രനാണെങ്കിലും പാർട്ടിയിലെ പല ലീഡേഴ്സും സന്ദീപിനെ പല രീതിയിൽ ശാസിച്ചിട്ടുണ്ട്. വെറും വൃത്തികെട്ടവനാണ് സന്ദീപ് വാര്യർ. നിങ്ങൾ ഇയാളെ പറ്റി പല BJP നേതാക്കളും കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇവരൊക്കെ പറഞ്ഞ് ഇയാളാണ് ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ്. കാരണം കേരളത്തിൽ BJPയെ കഴിഞ്ഞ ഡീറെയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി സന്ദീപ് പണിത പണികളൊക്കെ വലിയ സംഭവമാണ്. അതിൻ്റെ പേരിലാണ് ഒരു വർഷം അയാളെ മാറ്റി നിർത്തിയേക്കുന്നത്. കാരണം ഇതിനെപ്പറ്റി ഇനി മീഡിയയിൽ പോയി സംസാരിക്കേണ്ട. കാരണം ഈ മീഡിയയുമായിട്ട് റാക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇവൻ്റെ ധാരണ, അതായത് സന്ദീപിൻ്റെ ധാരണ എന്ന് പറയുന്നത് ഇയാൾ എന്തൊക്കെയോ ആയെന്ന്. ഇയാളൊരു കുന്തുവായിട്ടില്ല. ഇനിയിപ്പോൾ കേരളത്തിലെ പല മീഡിയയും പറയുന്നുണ്ട് സന്ദീപ് വാര്യർ വിചാരിച്ചാൽ കേരളത്തിൽ വലിയ വിഭാഗം, അത് പാലക്കാട് വലിയ വിഭാഗം വോട്ടേഴ്സിനെ കുന്തവാ മാറ്റാൻ പറ്റുന്നത്. പാലക്കാട് വോട്ടേഴ്സ് ഞാൻ ഇപ്പോഴും ഗ്യാരണ്ടി ആയിട്ട് പറയാം, പാലക്കാട് കൃഷ്ണകുമാർ ഏകദേശം 20 മുതൽ 25,000 വോട്ടിന് ജയിക്കും. അതിൻ്റെ പ്രധാന ഒരു കാരണം, 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, സരിൻ എന്ന് പറഞ്ഞ ആൾ മത്സരിക്കുന്നു. സരിൻ ആരാണ്? ഈ CAA-യുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അയാളൊരു നിലപാടെടുത്തു. അത്ര വലിയ സ്ട്രോങ് നിലപാടൊന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഒഴുക്കൻ രീതിയായിരുന്നു. പക്ഷേ സരിൻ വളരെ കൃത്യമായ നിലപാടെടുത്തു. അതിനുശേഷം അയാൾക്ക് ഒരാളെ കാണാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് CAA അനുകൂലിക്കുന്നവരെ കാണാനും ഒന്നും ഇഷ്ടമൊന്നുമല്ല. അപ്പം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, പാലക്കാട് N ബ്ലോക്കായിട്ടാണ് ഷാഫി പറമ്പിൽ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം തൃശ്ശൂർ വടക്കഞ്ചേരി അനിൽ അക്കരെ, അയാൾ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറാണ്. ഏറ്റവും മെച്ചമായ രീതിയിൽ തൃശ്ശൂർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി MLA ആയിട്ടും 3-5 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചയാൾ അവിടെ നടത്തിയിട്ടുണ്ട്. അയാളെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലീറ്റ് പഞ്ചായത്തിൽ നിന്നും ഒരു വോട്ട് പോലും ലഭിക്കാത്ത ഒരാളാണ് അനിൽ അക്കരെ. അയാൾ പറയട്ടെ, ഇത് കണക്കുകളാണ്. ഇതേപോലെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അവർ കൺസോളിഡേറ്റ് ആയിട്ട് അവരുടെ കാൻഡിഡേറ്റിന് വേണ്ടി വോട്ട് ചെയ്യും. ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇവർ സരിന് വേണ്ടി കുറച്ച് വോട്ട് ചെയ്യുമ്പോൾ മുസ്ലിം വോട്ടുകളിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാകും. പിന്നെ അവിടുത്തെ ക്രൂഷ്യലായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ എപ്പോഴും കോൺഗ്രസിന് ചെയ്യുന്നതാണ്. അതിപ്രാവശ്യം കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് പോകുമ്പോൾ, കാരണം മുനമ്പ് വിഷയം, പിന്നെ ഇന്ത്യയിൽ മാറി പറയുന്ന പൊളിറ്റിക്കൽ ഇക്വേഷൻ, ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. സന്ദീപ് വാര്യറിൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എത്രമാത്രം പറഞ്ഞാലും കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കളുമുണ്ട്. ഇവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ അത്ര പറയുന്ന ഈസി കാര്യങ്ങളൊന്നുമല്ല. ഇത് സിമ്പിളൊന്നുമല്ല. ഇപ്പം ആ രീതിയിൽ പോവുകയാണെങ്കിൽ സന്ദീപ് വാര്യർ രാഷ്ട്രീയ ദുരന്തമാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന പാലക്കാട്. കാരണം ഇയാളുടെ അപ്പർ കാസ്റ്റ് മേൽക്കോയ്മ വെച്ചാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റിനെ ഇയാൾ ഇത്രമാത്രം എതിർക്കാനുണ്ടായ കാരണം വാര്യറാണ്. അമ്പലങ്ങളിലൊക്കെ പൂജയൊക്കെ നടന്ന കക്ഷിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല അനാട്ടമിയും കാൽക്കുലേഷനൊക്കെ നോക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർക്ക് രാഷ്ട്രീയത്തിൽ കുന്തുവാകാൻ പറ്റത്തില്ല. അവസാനം എവിടെയെങ്കിലും ഒരു ഋഷിയോ മുനിയോ ആയിട്ട്, ഒരു സ്വാമിയായിട്ട് പോകുന്നതാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം.